വഹാബുദ്ദീൻ നദ്വി മടവൂരിൽ വന്നത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പങ്കെടുത്ത ഒരു മഹല്ലി ഫെഡറേഷന്റെ ഒരു യോഗത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം അവിടെ ഉത്ബോധിപ്പിക്കേണ്ടത് എന്തായിരുന്നു എന്ന് അദ്ദേഹം സ്വബോധത്തോടു കൂടിയാണ് വന്ന് പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം സ്വബോധത്തോടു കൂടിയല്ല ഈ യോഗത്തിൽ വന്ന് ഈ കാര്യം പ്രസംഗിച്ചത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഉത്ബോധനം നടത്തി ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കാനും ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനും ഇസ്ലാമിന്റെ നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ മഹല്ലി ഫെഡറേഷനുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ പല ആളുകളെയും അംഗീകരിക്കുന്നുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു നേതാവാണ്. ഏതാണ് സംസ്ഥ ഏതാണോ അല്ലെങ്കിൽ പാർട്ടി ഏതാണോ എന്ന് നോക്കിയിട്ടല്ല, നല്ല ആളുകളെ അംഗീകരിക്കാൻ തയ്യാറായ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അത് ആരെന്നുള്ളതല്ല. എന്നാൽ ആ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള ഒരു പരനാറി നാട്ടിൽ വന്ന് കലാപമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രസംഗം നടത്തിയത് ഉചിതമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ പന്നൂര് സ്വദേശിയാണ്. ഇവിടെ അടുത്താണ് പന്നൂര്. എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചത് 1930-ലാണ്. ഓട്ടുവെട്ടത്താഴത്ത് മരക്കാർ മുസ്ലിയാരുടെ മകളാണ് എന്റെ ഉമ്മ കുഞ്ഞായിഷ അജുമ്മ. ആ എന്റെ ഉമ്മയ്ക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എന്റെ വാപ്പ വെളക്കനപ്പറമ്പത്ത് അഹമ്മദിന്റെ മകൻ അഹമ്മദ് കുട്ടി ഹാജി കല്യാണം കഴിച്ചത് 9-ാമത്തെ വയസ്സിൽ. ഉമ്മയുടെ 18-ാമത്തെ വയസ്സിലാണ് എന്നെ പ്രസവിക്കുന്നത്. ഞാനാണ് മൂത്ത കുട്ടി. ആ ഒരു കാലഘട്ടത്തില് 1930-ഉം 28-ഉം 30-ഉം 32-ഉം 35-ഉം 40-ഉം കാലഘട്ടത്തില് ശൈശവ വിവാഹങ്ങളുണ്ടായിരുന്നു. നാട്ടിലൊക്കെ അത് നടന്നതാണ്. അതുപോലെ തന്നെയാണ് EMSന്റെ അമ്മയെ 11-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് അയാൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കാം. അത് അന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ചരിത്രപരമായ സംഭവമാണ്. അത് സംഭവിച്ചിരിക്കാം, ഇല്ലാതെ പറയുന്നില്ല. ഈ നദ്വിയുടെ ഉമ്മയെ അവന്റെ ഉപ്പ തന്ത കല്യാണം കഴിച്ചത് എത്ര വയസ്സിലാണെന്ന് അറിയാമായിരുന്നുവെങ്കിൽ അവനിത് പറയുമായില്ല. പിന്നെ മറ്റൊന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത് പറഞ്ഞു കേട്ടതാണെങ്കിലും മന്ത്രിമാർ, ചില മന്ത്രിമാർ, MP-മാർ, MLA-മാർ ഇവരൊക്കെ പിന്നെ ഈ ഭാര്യമാർ എന്തായാലും പേര് പറഞ്ഞു മറ്റൊരു ഇൻചാർജ് ഭാര്യമാരെ കൊണ്ടു നടക്കുന്നു. അങ്ങനെ കൊണ്ടു നടക്കുന്നത് ശരിയാണ് എങ്കിൽ കൃത്യമായിട്ട് തന്റെ തന്ത ഉടുപ്പുള്ളവനാണെങ്കിൽ തന്തയ്ക്ക് പറഞ്ഞവനാണ് ഈ നദിയെങ്കിൽ പറയേണ്ടത് ഇന്ന മന്ത്രി, ഇന്ന MP, ഇന്ന MLA എന്ന് പേരെടുത്ത് പറയണം. അത് പറയാൻ കഴിയാതെ നാട്ടിലുള്ള മുഴുവൻ മന്ത്രിമാരെയും MP-മാരെയും MLA-മാരെയും നാറ്റിക്കുന്ന രീതിയിലുള്ള പ്രസംഗം ഇവരൊക്കെ ഇൻചാർജ് ഭാര്യമാരെ കൊണ്ടു നടക്കുന്നവരാണ്. സ്വന്തം വീട്ടിൽ ഭാര്യയുണ്ട്, പുറത്തിറങ്ങിയാൽ അവൻ ഇൻചാർജ് ഭാര്യമാരെ കൊണ്ടു നടക്കുന്നു എന്ന് പറയാൻ ഇവന്റെ നാവ് പൊന്തിയെങ്കിൽ ഇവൻ വെറും തനി വർഗീയവാദിയാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു.